ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തഃശൗചയജ്ഞത്തിന്റെ 170ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത് ശ്രീ OM സാമുവൽ സാറാണ്. അദ്ദേഹത്തിനെ എല്ലാവർക്കും അറിയാം. ബാലവികാസിന്റെ വളരെ നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. മാത്രമല്ല വളരെ വലിയൊരു സാധകനും കൂടെയാണ് അദ്ദേഹമാണ് നമുക്ക് വേണ്ടി ഇന്ന് വായിക്കുകയും അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ഇന്നത്തെ കോർഡിനേറ്റർ ശ്രീമതി ജയകുമാരിയാണ്, കാസർഗോഡ് നിന്നും. ജയ സായിരാം. സായിരാം സായിരാം, എല്ലാവർക്കും സായിരാം. നമ്മള് തുടങ്ങുകയല്ലേ അമ്മ? പറയണേ. ഒരു മിനിറ്റ് ഉണ്ട്, തുടങ്ങാം. ഓം ശ്രീ സായിരാം. നമ്മുടെ അന്തഃശൗചയജ്ഞത്തിന്റെ ഇന്നത്തെ വാണി വായിക്കുന്നതും അവതരിപ്പിക്കുന്നതും എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട OM സാമുവൽ സാറാണ്. സാറ് കാസർഗോഡ് ടീമിൽ എത്തിച്ചേർന്ന് ഇവിടെ എല്ലാവർക്കും വേണ്ടി, ബാലവികാസ് ഗുരുക്കൾക്കും എല്ലാം വേണ്ടി ക്ലാസ് ഒക്കെ എടുത്തിട്ടുള്ളതാണ്. സാറിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറ് ഞാൻ 3 ഓങ്കാരവും സായി ഗായത്രിയും പറഞ്ഞിട്ട് സാറിനെ ഓഡിയോ ഓണാക്കി അനുഭവം ആദ്യം സായി വാണി വായിച്ച് പിന്നെ അനുഭവങ്ങളും വിവരിക്കാവുന്നതാണ്. സായിരാം. ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിറാം. സാമുൽ സാറ് വാണി വായിക്കുക, പിന്നെ അനുഭവങ്ങൾ പങ്കുവെക്കുക. സാറിൻ്റെ കേൾക്കാൻ എല്ലാവർക്കും താല്പര്യത്തോടെ ഇരിക്കുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവങ്ങളും കേട്ടു വളരെ സന്തോഷം എല്ലാവർക്കും. സായിറാം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് ഈ വെർച്വൽ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈശ്വര സ്വരൂപികളായി കരുതി പ്രത്യേകം നമസ്കരിക്കുന്നു. വത്സല മാഡത്തിന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. എല്ലാവർക്കും നന്മ സന്തോഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ വാണി വായിക്കാം. സത്യസായി വാണി 11ാം ഭാഗത്തിലെ ഒരു ചെറിയ അധ്യായമാണ് വായിക്കുന്നത്. ഭഗവാൻ പറയുന്നു, ഭക്തി 3 തരം. സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ എത്ര കാലം ഇരിക്കും? അടുത്ത ക്ലാസ്സിലേക്ക് കയറ്റം കിട്ടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? സഹജഭക്തിയും വിശേഷഭക്തിയും ഉണ്ട്. ഭജന, നാമസ്മരണ, വ്രതം, തീർത്ഥാടനം തുടങ്ങിയ ആരാധനക്രമം കൊണ്ട് സഹജഭക്തി തൃപ്തിപ്പെടുന്നു.
സ്വഭാവ ശുദ്ധീകരണത്തിനും ഉൾപ്രേരണകളുടെ നിഗ്രഹണത്തിനും ദയയും പ്രേമവും ശാന്തിയും അഹിംസയും പരിശീലിക്കുന്നതിനും മനുഷ്യൻ എന്തുകൊണ്ട്, എന്ത് കാരണത്താൽ എന്നതിലേക്കുള്ള അന്വേഷണത്തിന് കേണപേക്ഷിക്കുന്നു. അതാണ് വിശേഷഭക്തി. വർഷം മുഴുവൻ പിന്നിട്ടിട്ടും ആളുകൾ ഒരേ ക്ലാസ്സിൽ തന്നെ ഒട്ടിപ്പിടിക്കുന്നത് ലജ്ജാവഹമാണ്. പിന്നെ പരാഭക്തി എന്ന് വിളിക്കപ്പെടുന്ന കൂടുതൽ ഉയർന്ന മറ്റൊരു തരം ഭക്തി കൂടിയുണ്ട്. ബാഹ്യമായ പ്രശ്നങ്ങൾ ശരിപ്പെടുത്തുവാനും പരിഹരിക്കുവാനും സാമർത്ഥ്യം കൊണ്ട് കഴിയും. ആന്തരിക പ്രതിസന്ധികൾ ഏകാഗ്രതയോടുകൂടിയ സാധനയ്ക്ക് മാത്രമേ ശരിപ്പെടുത്തുവാനും പരിഹരിക്കുവാനും കഴിയൂ. ഇതാണ് വിശേഷഭക്തി, പരാഭക്തി കൊണ്ട് നേടുവാൻ ഉദ്ദേശിക്കുന്നത്. ഈശ്വരനിൽ ആസക്തി ഉണ്ടാകട്ടെ. ഭഗവാനെ അംഗീകരിക്കാത്തവർക്കോ അത്തരം വാക്കോ കർമ്മമോ കൊണ്ട് ഭഗവാന് നിരാശയ്ക്കോ ദുഃഖത്തിനോ ഇടവരുത്തരുത്. നിസ്സാരമായ ശല്യമോ പരിഭ്രമമോ പോലും ഭഗവാന് നൽകരുത്. ഭഗവാൻ ഒന്നുമില്ല. നിങ്ങൾ ആഴത്തിൽ ഭഗവാനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ പ്രഭുവും പ്രേമവുമാണെന്ന മാതിരി ഭഗവാനെ പറ്റി നിങ്ങൾ അസ്വസ്ഥമായിരിക്കും. ഭഗവാന്റെ ഇച്ഛ നടക്കട്ടെ, ഇതായിരിക്കണം നിങ്ങളുടെ മാർഗദർശക രീതി. ഏറെ പുകഴ്ത്തപ്പെട്ട ശ്രീരംഗം ക്ഷേത്രം സന്ദർശിക്കുവാൻ ചോള ചക്രവർത്തി ആഗ്രഹിച്ചു. അദ്ദേഹം തന്നെ രഥം തയ്യാറാക്കുകയും ചെയ്തു. എന്നാൽ 6 മാസത്തിനുള്ളിൽ പലതവണ ശ്രമിച്ചിട്ടും ക്ഷേത്ര ദർശനത്തിന് കഴിഞ്ഞില്ല. പുറപ്പെട്ട ഓരോ പ്രാവശ്യവും കണ്ടത്തിൽ രുദ്രാക്ഷമാലയും തലയ്ക്ക് ചുറ്റും പ്രഭാവലയവുമുള്ള കാഷായ വസ്ത്രധാരിയായ ഒരു സന്യാസി വാഹനത്തിന് തടസ്സം സൃഷ്ടിച്ചു. അദ്ദേഹത്തെ ആദരിക്കുവാൻ രാജാവ് ഇറങ്ങിയപ്പോൾ അദ്ദേഹം സംഭാഷണത്തിൽ ചക്രവർത്തിയെ വ്യാപൃതനാക്കിക്കൊണ്ടിരുന്നു. യാത്രയെപ്പറ്റിയും ലക്ഷ്യത്തെപ്പറ്റിയും ചക്രവർത്തി വിസ്മരിച്ചു. സംഭാഷണം അത്രയും വശ്യമായിരുന്നു. ശ്രീരംഗത്തിന്റെ തേജസ് കൊണ്ട് തന്റെ നയനങ്ങൾ നിറയ്ക്കുവാൻ പരാജയപ്പെട്ടതിൽ അദ്ദേഹം വിലപിച്ചു. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എന്തിന് നീ വിലപിക്കുന്നു? ശ്രീരംഗത്തേക്ക് നീ പുറപ്പെട്ടപ്പോഴൊക്കെ നിന്റെ സമീപം വന്നിരുന്ന സന്യാസി ഞാനായിരുന്നു. എല്ലാറ്റിലും എന്നെ തിരിച്ചറിയുക. അതാണ് ശ്രീരംഗത്തേക്കുള്ള യഥാർത്ഥ തീർത്ഥാടനം. നിങ്ങൾ കാണുന്ന എല്ലാറ്റിനെയും നിങ്ങളുടെ യജമാനനായി, ശ്രീരംഗത്തെ പ്രഭുവായി നിങ്ങൾ കരുതുക. നിങ്ങളുടെ സമീപം വരുന്ന എല്ലാവരുടെയും നേരെ അകളങ്കമായ പ്രേമം ചൊരിയുക. സമുദ്രം വലിയ ജലശേഖരമാണ്. പക്ഷേ എന്തു പ്രയോജനം? ഒരൊറ്റ മനുഷ്യജീവിയുടെ ദാഹം ശമിപ്പിക്കുവാനും അതിന് കഴിയുന്നില്ല. ഒരു ലുബ്ധൻ 100 വർഷം ജീവിക്കുന്നത് കൊണ്ട് എന്തു പ്രയോജനമാണുള്ളത്? ഇതാണ് ഇന്ന് നിങ്ങൾക്കുള്ള എൻ്റെ സന്ദേശം. കോപമോ ദുഃഖമോ വേദനയോ പ്രദർശിപ്പിക്കരുത്. സന്തുഷ്ടമായിരിക്കൂ. നിങ്ങൾക്ക് ചുറ്റും സന്തോഷം വ്യാപരിപ്പിക്കുക. മധുരം മാത്രമാണ് ദൈവം ഇഷ്ടപ്പെടുന്ന നിവേദ്യം. ഓരോ തൊഴിലിലും ചുരുങ്ങിയ യോഗ്യത നിങ്ങൾ നിർദ്ദേശിക്കുന്നത് പോലെ തന്നെ ഈശ്വരകൃപയ്ക്കായുള്ള ചുരുങ്ങിയ യോഗ്യത അഹംഭാവ പരിത്യാഗവും ഇന്ദ്രിയ നിയന്ത്രണവും ക്രമീകരിച്ച ആഹാര വിഹാരങ്ങളും ആകുന്നു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഈ ഭക്തിമാർഗത്തിൽ മുന്നേറുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. 14/1/1967 ഉത്തരായന ദിവസം പ്രശാന്തിനിലയത്തിൽ സ്വാമി ചെയ്ത ദിവ്യപ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ്. സായിരാം. ഇനി അനുഭവ വിവരണങ്ങളിലെ ഇനി ഞാൻ ശ്രീ സത്യസായി ബാബയുടെ മുൻ അവതാരമായിരുന്ന ഷിർദി സായിബാബയെ പറ്റി ചില അനുഭവങ്ങൾ വിവരിക്കാം. ഞാൻ ആദ്യമായി പുട്ടപർത്തിയിൽ പോയി ഭഗവാനെ ദർശിച്ച് അവിടെ സേവനമൊക്കെ ചെയ്ത് മടങ്ങി വരുമ്പോൾ വാങ്ങിയ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഷിർദി മന്ദിരത്തെ പറ്റിയും ഷിർദി ഭഗവാനെ പറ്റിയും പറയുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു. പാത്ത് ടു ഫ്രം ഷിർദി ടു പുട്ടപർത്തി എന്നൊരു ബുക്കായിരുന്നു അത്. അതിൽ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ മുൻ അവതാരമാണ് ഷിർദി സായിബാബയെന്നും അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ ജീവിത രീതി, അദ്ദേഹം ഒരു സാധാ ഫക്കീറിനെ പോലെ ജീവിച്ചു, ഭക്തരെ എല്ലാം അനുഗ്രഹിച്ചു, ഹിന്ദു മുസ്ലിം ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി ഹിന്ദുക്കളുടെ രാമനവമി ആഘോഷവും മുസ്ലിംസിന്റെ ചന്ദനക്കുട എഴുന്നള്ളിപ്പും
എല്ലാം ഒരുമിച്ച് നടത്തി. അത്തരത്തിൽ അത്ഭുതകരമായ പല കാര്യങ്ങളെ പറ്റി എനിക്കതിൽ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. പക്ഷെ കൂടുതൽ വിവരങ്ങൾ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഒരു തവണ പുട്ടപർത്തിയിൽ സേവ കഴിഞ്ഞ് ഭഗവാന്റെ പാദനമസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ്. ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോടേക്കുള്ള കേരള ബസ്സിൽ കയറിയപ്പോൾ ബസ് പുറപ്പെടാൻ നേരത്ത് ഒരു മാന്യനായ പാന്റ് ഷർട്ടൊക്കെ ധരിച്ച ഒരു വ്യക്തി ഒരു പുസ്തകം ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ട് ഞാനിരിക്കുന്ന ഏറ്റവും പുറകിലെ സീറ്റിന്റെ അടുത്തേക്ക് വരികയാണ്. ഒരൊറ്റ കോപ്പി ബുക്കേ ഉള്ളൂ, ഒരൊറ്റ ബുക്കേ ഉള്ളൂ, ആർക്ക് വേണം എന്ന് ചോദിച്ചാണ് വരുന്നേ. നോക്കുമ്പോൾ ഷിർദി സായിബാബയുടെ ചിത്രം അച്ചടിച്ച പുസ്തകമാണത്. ഞാൻ ഉടനെ കൈകിട്ടി വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ആ പുസ്തകം എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്, തരൂ എനിക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ് 60 രൂപ കൊടുത്തു. അപ്പൊ അത് ഹേമത് പാന്ത് എഴുതിയ ശ്രീ സായി സച്ചരിതം എന്ന പുസ്തകമായിരുന്നു അത്. ഞാൻ വീട്ടിൽ വന്ന് സാവധാനം ആ പുസ്തകം വായിച്ചു തുടങ്ങി. അതിലെ അത്ഭുതകരമായിട്ടുള്ള പലതരം ലീലകളെ പറ്റിയൊക്കെ വായിച്ച് ആസ്വദിച്ച് ഇങ്ങനെ വായിച്ചു. ഏതാണ്ട് 1 മാസം കൊണ്ടൊക്കെയാണ് അത് തീർത്തത്. കുറച്ച് വായിച്ചു തീർത്തു. പക്ഷെ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് അതിന്റെ ഉപസംഹാരവും ഫലപ്രാപ്തിയും വായിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്, ഈ പുസ്തകം 7 ദിവസക്കാലം കൊണ്ട് സപ്താഹമായി വായിച്ചു തീർത്താൽ വലിയ അനുഗ്രഹങ്ങളും പിന്നെ ഭഗവാന്റെ കാരുണ്യമൊക്കെ നേടാൻ പറ്റിയ ഒരു പുസ്തക പാരായണ രീതിയാണ് വിധിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ, ഇപ്പൊ ഉടനെ വായിച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇനി ഒരിക്കൽ വായിക്കുമ്പോൾ അത് 7 ദിവസം കൊണ്ട് സപ്താഹമായി വായിക്കണം എന്ന് വിചാരിച്ച് കാത്തിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ പലതവണ അതിനു വേണ്ടി ശ്രമിച്ചെങ്കിലും എനിക്കത് 7 ദിവസം കൊണ്ടൊന്നും വായിച്ചു തീർക്കാൻ സാധിച്ചില്ല. കാരണം പലപ്പോഴും അത് 250 പേജാണ്. രാവിലെയും വൈകിട്ടും 40 പേജും ഇത് വായിക്കണം. രാവിലെ 20 പേജ്, വൈകുന്നേരം 20 പേജ്. പല തിരക്കിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഞാൻ വീട്ടിലില്ലാത്ത അവസ്ഥ, അങ്ങനെല്ലാമായിട്ട് സപ്താഹമായി അത് വായിച്ചു തീർക്കാൻ സാധിച്ചില്ല. അപ്പൊ ഒരിക്കലും എനിക്ക് വല്ലാത്ത വാശി വന്നു. ഇത്തവണ ഞാൻ സപ്താഹമായി വായിക്കുമെന്ന് തീരുമാനിച്ച് ഒരു തിങ്കളാഴ്ച രാവിലെ വായിക്കാൻ തുടങ്ങി. പക്ഷെ സാധാരണ പോലെ തന്നെ പലതരം മുടക്കങ്ങൾ വന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കൃത്യമായി 20 പേജ് വീതം വായിക്കാൻ പറ്റിയില്ല. പല തിരക്കുകളിൽ പെട്ടിട്ട് വെള്ളിയാഴ്ച വൈകുന്നേരമായി നോക്കുമ്പോഴത്തേക്കും കുറെ അധികം ബാക്കിയുണ്ട്. ശനിയും ഞായറും കൊണ്ട് വായിച്ച് തീരില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ശനിയാഴ്ച വൈകുന്നേരം ബാക്കി വായിച്ചു തീർക്കണമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടുകൂടി പുസ്തകം എടുത്തുകൊണ്ട് കൽപ്പറ്റ നമ്മുടെ സത്യസായി സമിതി ഹാളിലേക്ക് പോയി. വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് അവിടെ ചെന്ന് സമിതിയുടെ അടുത്തുള്ള അമ്മായി എന്ന് നമ്മൾ വിളിക്കുന്ന പിന്നെ അമ്മയുടെ വീട്ടിൽ പോയി അവരുടെ താക്കോല് വാങ്ങി വന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കിടന്ന് ഷട്ടർ ഉയർത്തി അകത്ത് കയറി ഷട്ടർ താത്തി ലൈറ്റ് ഇട്ടിട്ട് അവിടെ മുന്നിലിരുന്ന് ഉറക്കെ അങ്ങ് വായിക്കാൻ തുടങ്ങി. ആസ്വദിച്ചങ്ങ് വായിച്ചു. നല്ല സ്പീഡിൽ രസകരമായിട്ട് വായിച്ച് വെച്ച് ഏതാണ്ട് ഒരു 9-9:30 മണി ആകുമ്പോഴത്തേക്കും കുറെ അധികം നീണ്ട് പെൻഡിങ്ങിലുള്ള പല ഭാഗങ്ങളും പോയി കിട്ടി. ശനിയാഴ്ചത്തെയും കഴിഞ്ഞ് അടുത്ത ദിവസത്തേക്ക് ബാക്കിയുള്ളത് മാത്രമേ ഇനിയുള്ളൂ. നാളെ എന്തായാലും തീർക്കാൻ പറ്റുമെന്നുള്ളൊരു തൃപ്തി വന്നു. അപ്പോൾ നല്ല വിശക്കുന്നുണ്ട്, ക്ഷീണവും വന്നിരുന്നു. വേഗം പിന്നെ പുറത്തിറങ്ങി ഷട്ടർ താത്തി ഗേറ്റൊക്കെ പൂട്ടി പുറത്തിറങ്ങി. നമ്മുടെ കൈരളി ഇപ്പോഴത്തെ അശോകന്റെ കടയിൽ വന്ന് അവിടുന്ന് ചൂട് ചപ്പാത്തിയും കറികളൊക്കെ കിട്ടി. അതും കഴിച്ച് ഞാനിങ്ങനെ തിരിച്ചു പോവുകയാണ്, സമിതിയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി സമിതിയുടെ അടുത്തെത്തി അകത്തേക്ക് കയറാൻ നോക്കും. ആ ഗേറ്റിനോട് ചേർന്ന് ആ മതിലിന്റെ മേലെ നീണ്ടു കിടക്കുന്നു ഒരു സർപ്പരൂപത്തിൽ ഭഗവാന്റെ ദർശനം. അപ്പൊ ഞാൻ അന്ന് വായിച്ച ഭാഗത്തുണ്ടായിരുന്നു ലംബാഭാവ എന്ന നീള പേരില് ഭഗവാൻ സർപ്പരൂപത്തിൽ ദർശനം കൊടുത്തതിന്റെ വിവരണങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കണ്ട ഉടനെ എൻ്റെ മനസ്സ് പറഞ്ഞു, ഇത് ഭഗവാന്റെ ദർശനമാണ്, ഇത് സർപ്പരൂപത്തിൽ എനിക്ക് ദർശനം എന്താ. നോക്കുമ്പോൾ എണ്ണ ഒഴുകുന്ന പോലെ ശരീരത്തിൽ കൂടി നല്ല വഴുവഴുപ്പുള്ള നീണ്ട ഒരു ശരീരം, തല എൻ്റെ ഭാഗത്ത്, വാലങ്ങോട്ട് നീണ്ട് മേലെ കിടക്കുന്നു. എൻ്റെ തൊട്ടടുത്ത് തലയൊക്കെ ഇങ്ങനെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ആട്ടിക്കൊണ്ട് നിൽക്കുന്നു. ഉടൻ ഞാൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഭഗവാനെ എനിക്ക് മനസ്സിലായി, ഇത് എനിക്ക് ലംബാഭാവ രൂപത്തിലുള്ള ദർശനമാണെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ് ഞാൻ തൊഴുത്ത് കുറച്ചു നേരം നിന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അകത്ത് പോയിട്ട് ഇനി വായിച്ചു തീർക്കാനുണ്ട്. ഇപ്പോൾ ഈ ദർശനം സത്യമാണെങ്കിൽ ഞാൻ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുന്ന് പോകണം
എന്ന് പറഞ്ഞ് ഞാൻ കണ്ണടച്ച് കുറച്ചു നേരം നിശബ്ദമായി നിന്ന് കണ്ണ് തുറന്നു നോക്കുമ്പോൾ വാലിന്റെ ഒരു ചെറിയ അംശം മാത്രമേ കാണാനുള്ളൂ. ബാക്കി ഭാഗം മുഴുവനും തൊട്ട് ഇപ്പുറത്ത് ഒരു പൊത്തിന് ചുമരിനകത്തുള്ള ഒരു പൊത്തിൽ കൂടി അകത്തേക്ക് പോയിട്ടുണ്ട്. വാല് മാത്രം ലേശം പുറത്ത് കാണാം. അപ്പൊ എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ പ്രാർത്ഥിച്ച പോലെ നടന്നല്ലോ. വേഗാകത്ത് കയറി വീണ്ടും കുറച്ചുകൂടി വായിച്ചു. അവിടെ ഒറ്റയ്ക്ക് ഷീറ്റൊക്കെ വിരിച്ച് കിടന്നുറങ്ങി. രാവിലെ 5 മണിക്ക് എണീറ്റ് അവിടെ തണുത്ത വെള്ളത്തിൽ ഒറ്റയ്ക്കാണ് കുളിച്ച് അകത്ത് കയറി ഓങ്കാരവും സുപ്രഭാതവും ഒക്കെ ചൊല്ലി ഞായറാഴ്ച രാവിലെ വായിച്ചു തീർക്കേണ്ട ഒരു 20, 25, 30 പേജുകളും വായിച്ചു തീർത്ത് അന്ന് വൈകുന്നേരം സമിതിയിൽ സമാപനം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി ഭാഗം ഫലശ്രുതിയും ഉപസംഹാരവും ഉള്ള 2 ഭാഗം മാത്രം ബാക്കി വെച്ചിട്ട് ഞാൻ വാതിൽ പൂട്ടി താക്കോല് അമ്മായിന്റെ വീട്ടിൽ കൊടുത്തിട്ട് വീട്ടിൽ വന്നു. വളരെ സന്തോഷമായി വൈകുന്നേരം ഭജനയ്ക്ക് വേണ്ടി കൽപ്പറ്റ സമിതിയിലേക്ക് പോയി കഴിഞ്ഞ് ഭജനയുടെ അവസാനം ആരതിക്ക് തൊട്ടു മുമ്പ് സത്യസായി മെസ്സേജ് വായിക്കലുണ്ട്. ആ സമയത്ത് ഞാനാണ് വായിക്കലെന്ന് എനിക്ക് തോന്നണേ. ആ സമയത്ത് ഞാൻ എണീറ്റ് ഈ ഉപസംഹാരവും ഫലശ്രുതിയും വായിച്ചു തീർത്ത് സമാപനം സച്ചരിത പാരായണത്തിന് സമാപനം അവിടെ സമർപ്പിച്ച് ഭംഗിയായിട്ട് അത് തീർത്തിട്ട് പോന്നു. വീട്ടിൽ വന്ന ശേഷം എനിക്ക് തോന്നി സർപ്പരൂപത്തിൽ ഭഗവാനെ കണ്ടു, പക്ഷെ അത് പോരാ, എനിക്ക് കൂടുതൽ നല്ലൊരു ദർശനം തന്നെ കിട്ടണം. അടുത്ത ഇനി എന്നാണ് സപ്താഹമായി വായിക്കാൻ സാധിക്കുക? അന്ന് ഞാൻ തീർച്ചയായും ഭഗവാനെ മനുഷ്യരൂപത്തിൽ തന്നെ ശരിക്കുള്ള ഭഗവാന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ കാണണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. കുറച്ചു കാലത്തിന് ശേഷമാണ് ഞാൻ ഒരു വ്യാഴാഴ്ച രാവിലെ സപ്താഹം വായിക്കാൻ തുടങ്ങി. വായിക്കുന്നതിന് മുമ്പ് ഞാൻ ഭഗവാനോട് പറഞ്ഞു, സ്വാമി, കഴിഞ്ഞ തവണ സർപ്പരൂപത്തിലാണ് എനിക്ക് ദർശനം കിട്ടിയത്. അത് തന്നെ ശരിയായ ദർശനമാണെന്ന് എനിക്കറിയില്ല. ഇത്തവണ പക്ഷെ മനുഷ്യരൂപത്തിൽ എനിക്ക് ദർശനം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൃത്യമായി വായിച്ചു. രാവിലെയും വൈകുന്നേരം വായിച്ചു. ആ ഒരാഴ്ച കാലം വളരെ ശാന്തമായി വായിക്കാൻ സാധിച്ചു. ഒരു തടസ്സവുമില്ലാതെ വായിച്ചു തീർത്തു. ബുധനാഴ്ച വൈകുന്നേരം സമാപനം ചെയ്യത്തക്ക രീതിയിൽ വായന ക്രമീകരിച്ചു. ബുധനാഴ്ച രാവിലെ ബാക്കിയെല്ലാം വായിച്ച് അവസാനത്തെ ഫലശ്രുതിയും ഉപസംഹാരവും മാത്രം ബാക്കി വെച്ചു. ആ സമയത്ത് ഞാൻ കൽപ്പറ്റ സമിതിയിലെ കൺവീനറോട് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ഇതിന്റെ സമാപന സമയത്ത് ഒരു ഭജന കൂടി ഏർപ്പാടാക്കി. അങ്ങനെ ബുധനാഴ്ച വൈകുന്നേരം ഒരു 3 മണി 4 മണി ആവുന്നതിന് മുമ്പ് തന്നെ കൽപ്പറ്റ സമിതിയിൽ നിന്ന് 10-20 പേര് വന്നു. പിന്നെ എൻ്റെ ചുറ്റുപാടുണ്ടായിരുന്ന കുറേയധികം പേര് വന്നു. അങ്ങനെ നല്ലൊരു സംഘം ആൾക്കാർ വന്ന് നമ്മുടെ നടുമുറിയിൽ ഹാളില് ഭഗവാൻ സത്യസായി ബാബയുടെ ഫോട്ടോയും ഷിർദി സായിയുടെ ഒരു വലിയ മുഴുവൻ സൈസ് ഫോട്ടോയും വെച്ചു. യേശുദേവന്റെ ഫോട്ടോയും വെച്ച് മാലയൊക്കെ അലങ്കരിച്ച് വന്നവരെല്ലാവരും ലളിതച്ചും മറ്റെല്ലാം മാലകളൊക്കെ കൊണ്ടുവന്നിരുന്നു. അതുപോലെ സണ്ണനും മറ്റും പ്രസാദങ്ങൾ കൊണ്ടുവന്ന് അതൊക്കെ വെച്ചു. നമ്മുടെ ഉണ്ടാക്കിയ പ്രസാദങ്ങൾ, പായസം, പഴം, അങ്ങനത്തെ പലതരം പ്രസാദങ്ങളെല്ലാം വെച്ച് എല്ലാവരും ഇരുന്ന് ഭജന തുടങ്ങണം. ഞാൻ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ഓങ്കാരം ചെയ്ത് ഭജന തുടങ്ങാമെന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോൾ ഞാൻ അവസാനം ആരെങ്കിലും വരുന്നോ നോക്കാൻ വേണ്ടി പെട്ടെന്ന് പുറത്ത് മെയിൻ റോഡിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങുന്ന ഗേറ്റ് തുറക്കുന്ന ഇരുമ്പ് ഗേറ്റ് തുറക്കുന്ന വെച്ച് കേട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇതാ വരുന്നു നീണ്ട് നിവർന്ന് ഫക്കീറിനെ പോലെ ഒരാള്. നരച്ച ട്രിമ്മ് ചെയ്ത താടിമീശ, തലയിലൊരു വെളുത്ത വട്ടച്ചുറ്റ് കെട്ട്, ഒരു വെളുത്ത പൈജാമ, ഒരു ജുബയും ഈ പാളത്താറെടുക്കുന്ന ഒരു മുണ്ട് ഉടുത്തിട്ട് നല്ല അജാനബാഹുവായ ഒരു മനുഷ്യൻ ഒരു നീണ്ട മുളവടിയും കുത്തി ഇങ്ങനെ ടക്ക് ടക്ക് ടക്കെന്ന് കുത്തിയിട്ട് ഒരു കാട്ടി ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇറങ്ങി വരുന്നു. അദ്ദേഹം വന്ന് എൻ്റെ മുറ്റത്ത് വന്ന് നേരെ മെയിൻ വാതിലിൽ കൂടി ഉള്ളിലേക്ക് നോക്കുകയാണ്. അപ്പൊ എല്ലാവരും ഫോട്ടോ നോക്കി വിളക്കെത്തിക്കാൻ തയ്യാറായിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്, പടിഞ്ഞാട്ട് നോക്കിയിരിക്കുകയാണ്. ഇദ്ദേഹം കിഴക്കുന്ന് ഇറങ്ങി വന്നു. അവിടെ നിന്നിട്ട് ആ അലങ്കാരങ്ങൾ ഫോട്ടോകളെല്ലാം നോക്കി എന്നെയും ഇങ്ങനെ അടിമുടി 2 പ്രാവശ്യം നോക്കി, വീണ്ടും ഫോട്ടോ നോക്കി. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഭാര്യ മോളി എന്നെ വിളക്ക് കൊളുത്താൻ കാണുന്നില്ലെന്ന് പറഞ്ഞ് ഒന്ന് പുറത്തേക്ക് വന്ന് എന്നെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, വേഗം പ്രസാദമൊക്കെ എടുക്കൂ, വേഗം പ്രസാദം എടുക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ മോളി ചോദിച്ചു, പ്രസാദം ഭജന കഴിയാതെ പ്രസാദം എടുക്കാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞു, പ്രസാദത്തിന്റെ ആളാണ് ഈ വന്നിരിക്കുന്നത്, ഒരു വാഴയില ചീന്തെടുത്തിട്ട് പ്രസാദം എടുക്കുമെന്ന് പറഞ്ഞു.
അവർ വേഗം ഒരു 4 കിലോ വാഴേന്റെ ഇല ബാക്കി ഉണ്ടായിരുന്ന അതില് പ്രസാദത്തിന്റെ എല്ലാ ഐറ്റംസും എടുത്തു വെച്ച് കൊണ്ടുവന്ന് ഞാൻ വേഗം ഒരു പോക്കറ്റിൽ നിന്ന് ഒരു 10 രൂപന്റെ നോട്ട് കൊടുത്ത് ഈ പ്രസാദവും ഈ ദക്ഷിണയും ചേർത്ത് കൊടുത്തു. അദ്ദേഹം അത് വാങ്ങി വീണ്ടും അവിടെ നിന്ന് ഫോട്ടോയും എല്ലാം നോക്കി ഞങ്ങൾ രണ്ടുപേരെയും വീണ്ടും ഒന്ന് അടിമുടി നോക്കി ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി തിരിച്ച് ഇതേപോലെ ടക് 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 എന്ന് വടിയും കുത്തി അങ്ങ് പോയി. ഗേറ്റ് കടന്നു പോകുമ്പോൾ നമ്മുടെ കൽപ്പറ്റ സമിതിയിലെ വാസുവട്ടൻ, ഇപ്പോഴത്തെ DP-യുടെ ജിതേഷിന്റെ അച്ഛൻ വാസുവട്ടനെ ഒന്ന് എത്തി നോക്കി. ഏറ്റവും പുറകിലിരിക്കുന്ന ആള് വാതിൽ കൂടി നീന്തി നോക്കിയപ്പോ ഗേറ്റ് കടന്നു പോകുന്ന ഒരാളെ കണ്ടു, അത്രേ ഉള്ളൂ. ഏതായാലും ഞാൻ വേഗം വന്നിരുന്ന് എല്ലാവരും വിചാരിച്ചു എന്തെത്ര താമസിച്ചെന്ന് വിചാരിച്ചു. വേഗം വിളക്ക് കൊളുത്തി ഭജന എല്ലാം കഴിഞ്ഞ് ഈ ആരതിയുടെ തൊട്ടു മുമ്പ് ഞാൻ ഉപസംഹാരവും പിന്നെ ഈ ഫലശ്രുതിയും വായിച്ച് ഉപസംഹാരം നടത്തിയ ശേഷം ഞാൻ പറഞ്ഞ എൻ്റെ ഈ സായി സച്ചരിതത്തിന്റെ സപ്താഹ പാരായണം ഇവിടെ തീരുകയാണ്. ഭജനയ്ക്ക് വന്ന എല്ലാവർക്കും സന്തോഷം. പക്ഷേ ഭജന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ മനുഷ്യ രൂപത്തിൽ വന്ന് ഒരു ഫക്കീർ രൂപത്തിൽ വന്ന് എനിക്ക് ദർശനം തന്നു പോയി. പ്രസാദമൊക്കെ വാങ്ങിപ്പോയി. വളരെ സന്തോഷമായി. അപ്പൊ എല്ലാവരും അയ്യോ ഞങ്ങള് ആരോ ഇറങ്ങി വരുന്നത് കേട്ടു, ഞങ്ങൾക്ക് നോക്കാൻ തോന്നിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ വാസട്ടൻ പറഞ്ഞു ഞാൻ ഒരു നോട്ടം കണ്ടു, ഗേറ്റ് കടന്നു പോകുന്ന ഒരു വെളുത്ത നീണ്ട മനുഷ്യന്റെ രൂപം കണ്ടു എന്ന് മാത്രം പറഞ്ഞു. എന്താ നിങ്ങളോട് പറയാഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഭജനയ്ക്ക് തയ്യാറായിരിക്കുകയല്ലേ, മാത്രമല്ല അതെനിക്ക് മാത്രമുള്ള ഒരു ദർശനമായിരിക്കും എന്ന രീതിയിൽ ഞാൻ പറഞ്ഞപ്പോ എല്ലാവർക്കും വലിയ സന്തോഷമായി. ആ ഭജന ഭഗവാന് സമർപ്പിച്ചു. ഷിർദി സായി ഈശ്വരന്റെ പ്രത്യക്ഷ ഒരു ദർശന അനുഭവം ആർക്ക് വേണേലും ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഞങ്ങൾ പിന്നീട് സമിതിയിൽ സച്ചരിതം കൽപ്പറ്റ സമിതിയിൽ സച്ചരിതം സപ്താഹമായി പാരായണം ചെയ്തു. എല്ലാവരും രാവിലെ വീട്ടിലിരുന്ന് വായിക്കുകയും വൈകുന്നേരം പുസ്തകവുമായി സമിതിയിൽ വരികയും മാറി മാറി വായിക്കുകയും ചെയ്യാം. ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് പായസം മാത്രമേ പ്രസാദം കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. കൽപ്പറ്റ സമിതിയിൽ വായിക്കാൻ വരുന്ന എല്ലാവരും പായസം കൊണ്ടുവന്ന് 8, 10, 12, 14 തരം പായസങ്ങളാണ് ദിവസം. 7 ദിവസവും പായസം കൊണ്ടൊരു അഭിഷേകമായ പോലെയായിപ്പോയി. അത്രയും സന്തോഷമായിരുന്നു. സപ്താഹം ഞങ്ങള് സായി സമിതിയിൽ വായിച്ചു തീർത്തു. 7 ദിവസം കൊണ്ട് ആനന്ദകരമായ ഒരു സമാപനമായിരുന്നു അത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരിക്കൽ, അന്ന് ഞാനവിടെ സ്പിരിച്വൽ കോർഡിനേറ്റർ ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയമാണ്, വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ സായി സച്ചരിതം സപ്താഹമായി കൽപ്പറ്റ സമിതിയിൽ വായിക്കണമെന്ന് തീരുമാനിച്ചു. ആ സമയം ആദ്യമേ പറഞ്ഞു, നോക്കൂ കഴിഞ്ഞ തവണ നമ്മൾ പായസം പ്രസാദം വെച്ചിട്ട് ആഡംബരപൂർവമായി പോയി, വളരെയധികം അമിതമായിട്ടുള്ള പ്രസാദങ്ങളായിപ്പോയി, അത്ര പാടില്ല എന്നാ പറയണത്. അതുകൊണ്ട് ഈ പ്രാവശ്യം പായസം ആരും കൊണ്ടുവരുന്നത്, ആരെങ്കിലും ഒരാള് പേര് പറയുന്ന ആള് ഒരാൾ മാത്രം കൊണ്ടുവന്നാൽ മതി. ബാക്കി എല്ലാവർക്കും ഈ പ്രാവശ്യം ഒരു കാര്യം ചെയ്യൂ, അവനവന്റെ സാധനമായിട്ട് ഒരു മാല കെട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് മുതൽ നമ്മൾ സപ്താഹം തുടങ്ങി. മാല കൊണ്ട് അഭിഷേകം നടന്ന പോലെയായി. 10, 15, 20 മാലകളാണ് ഫോട്ടോയില്. മാല തൂക്കാൻ സ്ഥലമില്ലാത്ത അത്രയും അലങ്കാരപ്രിയനാണ് ഭഗവാൻ എന്ന് പറയുന്നത് വെറുതെ അല്ല. ഫോട്ടോ മുഴുവനും മാല കൊണ്ട് നിറഞ്ഞു. പാദത്തിന്റെ അവിടെ മാല ചുറ്റി വെക്കുന്നു. വരുന്നവരെല്ലാം മാല കൊണ്ടുവരികയാണ്, ഒരു പ്രസാദം മാത്രം. അങ്ങനെ നമ്മള് സച്ചരിതം അവിടെ 2ാമത്തെ തവണ സമിതിയിൽ വെച്ച് പാരായണം ചെയ്തു. 3ാമതൊരിക്കൽ ഞങ്ങള് ഷിർദിക്ക് പോകാൻ വേണ്ടി ഒരു തീർത്ഥാടന സംഘം തീരുമാനിച്ചു. അതിൽ പോകേണ്ടവർക്ക് നമ്മൾ പറഞ്ഞൊരു കാര്യം, സായി സച്ചരിതം സപ്താഹമായി പാരായണം ചെയ്യുകയും അത് വെച്ചുകൊണ്ട് ഒരു ക്വിസ് മത്സരം നടത്തുകയും ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ എല്ലാവരും വീട്ടിൽ നിന്ന് സായി സച്ചരിതം പാരായണം ചെയ്തു. പോകുന്നതിന് മുന്നോടിയായി ഞങ്ങൾ സമിതിയിൽ കൂടി ഒരുമിച്ച് അതിൽ ഒരു ക്വിസ് മത്സരമൊക്കെ നടത്തി അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്തു. വളരെ സന്തോഷം. അങ്ങനെ ഞങ്ങൾ 2 പ്രാവശ്യം കൽപ്പറ്റയിൽ നിന്ന് ആദ്യത്തെ തവണ ഒരു 60 ആള്, 2ാമത്തെ തവണ അതേപോലെ 10-50 ആൾക്കാരുള്ള 2 ബാച്ച് ഷിർദിയിലേക്ക് ഞങ്ങള് തീർത്ഥാടനത്തിന് പോയി. കൽപ്പറ്റ സമിതിയിൽ നിന്നും വയനാട്ടിൽ നിന്നെല്ലാം. പയ്യന്നൂരുള്ള നമ്മുടെ തമ്പാൻ സാറ്, LIC ഓഫീസറായ തമ്പാൻ സാറും നമ്മളും, കോഴിക്കോടുള്ള ഒരു കനകൻ സ്വാമി എന്ന് പറയുന്ന ആളും ചേർന്നാണ് മുൻകൂട്ടി ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്തതും. അങ്ങനെ ഞങ്ങള് ട്രെയിനിൽ പോയി മന്മാട് ഇറങ്ങി അവിടുന്ന് ഷിർദിയിൽ വന്നു.
അത്തവണത്തെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ നേരവും ഞങ്ങൾക്ക് ദർശനമാണ്. എപ്പ ചെന്നാലും നല്ല സുഖമായ ദർശനം. മുഴുവൻ പേർക്ക് 3 ദിവസം ഞങ്ങൾ അവിടെ താമസിച്ചു. അപ്പോഴെല്ലാം ദർശനങ്ങളാണ്. കൂടാതെ ഞങ്ങൾ താമസിച്ച ഒരു ഹോട്ടൽ, ആന്ധ്രാക്കാരൻ ഒരു റെഡ്ഡി നടത്തുന്ന ഒരു ഹോട്ടലാണ്. റൂമിന് മാത്രമേ പൈസയുള്ളൂ. 4 നേരവും ഫുഡ് അവിടെ ഫ്രീ ആണ്. ഭക്ഷണം നല്ല വെറൈറ്റി ഫുഡ്, ആരുടെയോ പിന്നെ നേർച്ചയായിട്ടുള്ള ഭക്ഷണമാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വെറൈറ്റി ഫുഡ്. ഭക്ഷണം ആയി കഴിയുമ്പോൾ ഞങ്ങളെ വിളിക്കും. ഞങ്ങൾ റൂമിൽ നിന്ന് വരും, ആരതി കാണിക്കും. ഭക്ഷണത്തിന് മുമ്പ് ആരതി ഞങ്ങളെ കൊണ്ട് മാറി മാറി ആരതി കാണിപ്പിക്കും. എന്നിട്ട് പിന്നെ വിഭൂതിയൊക്കെ തന്ന ശേഷമാണ് ഭക്ഷണം തരും. ഭക്ഷണം ഫ്രീ ഫുഡ്, ഇഷ്ടം പോലെ ഫ്രീ ഫുഡായിട്ട് വേണ്ടോളം ദർശനങ്ങളും ഫ്രീ ഫുഡും എല്ലാമായിട്ട് ഭഗവാന്റെ സന്തോഷം നമ്മളെ അങ്ങ് അറിയിച്ചു. അപ്പോൾ ഞാൻ ഇത്രയും ഇവിടെ പറഞ്ഞെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കില്, എനിക്ക് വ്യക്തിപരമായിട്ടും പിന്നെ സംഘടനാ തലത്തില് ഈ സമിതിയുടെ പേരിലും പിന്നെ ഷിർദി സായി സച്ചരിത പാരായണവും ഭഗവാനെ അവിടെ പോയി ദർശിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അതിന്റെ ആനന്ദം പങ്കുവെച്ചു. നോക്കൂ, നമ്മുടെ പിന്നെ സത്യസായി ഭഗവാന്റെ മുൻ അവതാരമാണ് ഷിർദി അവതാരം. അത് അത്ഭുതകരമായ ലീലകളാണ്. ഒരു പ്രഖ്യാപനങ്ങളുമില്ല, ഒരു വികസന പ്രവർത്തനങ്ങളുമില്ല, ഒരു സേവാ പ്രവർത്തനങ്ങളുമില്ല. പക്ഷേ നിശബ്ദമായി മനുഷ്യ മനസ്സിൽ ആത്മീയതയുടെ ആനന്ദം അനുഭവിക്കാൻ പാകത്തിന് ആ ഒരു അവതാരം നമ്മുടെ മുൻപ് ഉണ്ടായിരുന്നു. അതിനെ കാണുവാനും പഠിക്കുവാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റിയ ആ പുസ്തക പാരായണവും അതേ തുടർന്ന് ശുദ്ധി സന്ദർശനം എല്ലാം നടക്കേണ്ടതുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് കേട്ടോ. സത്യസായി ഭഗവാൻ പറഞ്ഞിട്ട്, എന്റെ മുന്നവതരമായ ഷിർദിയുടെ കാലത്ത് അമ്മ ഭക്ഷണം വെച്ചു വിളമ്പുമായിരുന്നു, വെക്കുകയായിരുന്നു, ഭക്ഷണം പാചകം ചെയ്യുകയായിരുന്നു, വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അമ്മ എല്ലാവർക്കും വേണ്ടി. ആത്മീയ സദ്യയാണത്. ആ സമയത്ത് നമ്മൾ കുട്ടികൾ ആരെങ്കിലും നമ്മെ ശല്യപ്പെടുത്തിയാൽ നമ്മ ദേഷ്യപ്പിടിക്കുമായിരുന്നു. തവി കൊണ്ട് ചട്ടവും കൊണ്ട് ഒരു അടിയൊക്കെ തരുമായിരുന്നു കേട്ടോ. പക്ഷെ അത് അനുഗ്രഹമാണ്. എന്നാൽ സത്യസായി ഭഗവാന് ആ സദ്യ എല്ലാവർക്കും ക്ഷമയോടുകൂടി വിളമ്പി തരിക, ആത്മീയ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി നമുക്ക് വിളമ്പി തന്നുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഭഗവാൻ സത്യസായി ബാബ. നമ്മളോടൊപ്പം 70 വർഷക്കാലം നമ്മുടെ കൂടെ നമുക്കിതെല്ലാം വിളമ്പി തന്നു. കൊച്ചു കുട്ടികൾക്ക് ദഹിക്കുന്ന പ്രായത്തിന് പാകപ്പെടുത്തിയ ഭക്ഷണം രുചിയോടുകൂടി ക്ഷമയോടുകൂടി വിളമ്പി തന്ന് നമ്മളെ പ്രോത്സാഹിപ്പിച്ചൂട്ടുകയായിരുന്നു. ആത്മീയ സാധനയിലൂടെ, ഭജനയിലൂടെ, സത്സംഗത്തിലൂടെ നമുക്ക് ആത്മീയ ആ അമൃതപ്രാശം തന്നുകൊണ്ടേയിരുന്നു. ഇനി തുടർന്നൊരു അവതാരത്തെ പറ്റി പറയുന്നുണ്ട്, പ്രേംസായി അവതാരം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷമുള്ള ആനന്ദ നിർവൃതിയെ അയവിറക്കുന്ന സമയമാണ്. നിശബ്ദമായ ആനന്ദ അനുഭൂതി, ആത്മീയ ആനന്ദത്തിന്റെ അനുഭൂതി ഉള്ളിൽ നിറച്ചു വെച്ചുകൊണ്ട് പരസ്പരം ഒന്നും പറയാതെ ആത്മീയത നിത്യജീവിതത്തിൽ തൊട്ടറിയുന്ന രീതിയിലുള്ള ഒരു ആനന്ദ സച്ചിദാനന്ദ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കാൻ പോകുന്നു. കാത്തിരിക്കാൻ നമുക്ക്. ഭഗവാൻ നമ്മളോടൊപ്പം അതിനുവേണ്ടി നമ്മുടെ കൈ പിടിച്ച് നടത്തുമാറാകട്ടെ. ജയ് സായിരാം. എൻ്റെ വാക്കുകൾ സ്വാമിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് എൻ്റെ തൊണ്ട പറ്റപ്പോയത് ഇത്ര സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നല്ല. എനിക്ക് വേണ്ടി ഇന്ന് ഞങ്ങളുടെ സമിതിയിലെ കൺവീനറായ അച്യുതനാണ് ഭജന പാടുക. സായിരാം. അച്യുതൻ. സ്വാമിയുടെ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് ഭജന. സായിരാം സർ. അച്യുത ഒരു മിനിറ്റ് കഴിയുമ്പോ പറയാം കേട്ടോ. మానవుని యందు 2 విధములైనటువంటి తత్వములు కలవు. మ్యాన్ హ్యాస్ డిఫరెంట్ టైప్స్ ఆఫ్ డ్యూటీస్. ఒకటి పశుత్వము, రెండవది దైవత్వము. దేర్ ఆర్ 2 టైప్స్. వన్ ఇస్ ద యానిమల్ నేచర్, ది అదర్ ఇస్ ద డివైన్ నేచర్. మానవుని యందు గల కామ, క్రోధ, లోభ, మోహ, మద, మాత్సర్యములన్నిటి యొక్క ఆర్షద్వర్గములకు లోనై man who is subjected to the 6 types of enemies like desire and anger, hatred, jealousy and pride. దైవ ప్రసాదములైనటువంటి యొక్క మతిని, గతిని, స్థితిని, సంపత్తిని కూడాను సద్వినియోగం చేసుకొనక, not being able to use all the faculties and powers given to him for good purposes, దుస్సంస్కారముల చేత, with bad tendencies, వివేక భ్రష్టుడై, losing the power of discrimination, పశువు కంటే హీనమైనటువంటి స్థితిని అనుభవించడమే ఇది పశు సంపత్తి. So suffering a state which is worse than that of an animal is పశు సంపత్తి. అట్లు కాక తన మనసును, తన కాయమును, తన కర్మను, తన కర్తవ్యాన్ని కూడాను
పవిత్ర మార్గంలో ప్రవేశపెట్టి, on the other hand, his body, his mental faculties, his intellect, and every aspect of it, his time must be used for good things. ఇంటియే కాక సాధనలు సల్పుచు తన యొక్క నిష్ఠాప్రతిష్టలను సక్రమమైన మార్గమునందు అనుభవిస్తూ, not merely this, undertaking spiritual exercises and making use of మానవాదర్శవంతమైనటువంటి కర్మలను ఆచరిస్తూ, performing activities which will bring about good and దైవత్వాన్ని పొంది, obtaining divinity, దివ్యత్వంలో తన యొక్క జీవితమును అంకితము గావించటం, dedicating his life for divinity and godliness. ఈ విధమైనటువంటి రెండు యొక్క శక్తుల యందు మానవుడు కేవలము అనేకత్వాన్ని గుర్తించి ఏకత్వాన్ని విస్మరించి దివ్యత్వాన్ని మరచిపోయి తన యొక్క దానవత్వాన్ని పశుత్వాన్ని అనుభవించడానికి ప్రయత్నిస్తున్నాడు. When he is having these two powers, he is giving up the divine nature in him and he is taking to the wrong path and becoming a demon and a suffering animal nature. അച്യുതാ ഭജന പാടിക്കോളൂ. മഹേശ്വര ശിവ മഹേശ്വര ശിവ മഹേശ്വര സായിരാം. മഹേശ്വര ശിവ മഹേശ്വര ശിവ മഹേശ്വര സായിരാം. ശിവ മഹേശ്വര ശിവശങ്കര ഹര മഹാദേവ സായിരാം. ശിവ മഹേശ്വര ശിവശങ്കര ഹര മഹാദേവ സായിരാം. കൈലാസവാസ മഹാദേവ കൈലാസവാസ മഹാദേവ മഹേശ്വര ഹര മഹാദേവ ജഗദീശ്വര ഹര മഹാദേവ ത്രിഭുവന പാല ബാബ സായി ദേവ ത്രിഭുവന പാല ബാബ സായി ദേവ. മഹേശ്വര ശിവ മഹേശ്വര ശിവ മഹേശ്വര സായിരാം. ശിവ മഹേശ്വര ശിവശങ്കര ഹര മഹാദേവ സായിരാം. കൈലാസവാസ മഹാദേവ ജഗദീശ്വര ഹര മഹാദേവ ത്രിഭുവന പാല ബാബ സായി ദേവ ത്രിഭുവന പാല ബാബ സായി ദേവ. ഈശ്വര ശിവ മഹേശ്വര ശിവ മഹേശ്വര സായിരാം. 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 സായി ഉപമ. ഈശ്വരൻ പ്രസക്തിയോ പ്രാധാന്യമോ ഇല്ലാത്ത ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല. അവിടുന്ന് ഒരിക്കലും ഉചിതവും ഉദ്ദേശവുമില്ലാത്ത ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. വിശ്വാസം, ഭക്തി എന്നീ രണ്ട് ചിറകുകളോട് കൂടിയ ഗരുഡൻ കർമ്മത്തിന്റെ പ്രതീകമാണ്. ആ പക്ഷിയുടെ മുകളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഹൃദയവിഹംഗം, അതായത് ഹൃദയത്തെ ഗരുഡനെ പോലെ ഭഗവാന്റെ ഇരിപ്പിടമാക്കണം. രാധ പ്രകൃതി ആയതിനാലാണ് പ്രപഞ്ചം ധര എന്നറിയപ്പെടുന്നത്. അത് നിങ്ങളെ ആധാരമായതിനെ ധാരയായി, അതായത് നിരന്തരമായി ഓർമ്മിപ്പിക്കുന്നതിന് രാധയുടെ നാമം നിങ്ങൾക്ക് സഹായകമാകുന്നു. ജയ് സായിരാം. സായിരാം. ശാന്തി മന്ത്രം. സമസ്തലോകാ സുഖിനോ ഭവന്തു സമസ്തലോകാ സുഖിനോ ഭവന്തു സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായി